ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഒരാളുടെ PR പോയിന്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇൻ കേസ് നിങ്ങൾ ഓർക്കാണ് ദൈവമേ എനിക്ക് എത്ര PR പോയിന്റ്സ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അക്കൗണ്ടിങ്ങിനാണെങ്കിൽ നല്ല PR പോയിന്റ്സ് ഉണ്ടെങ്കിലേ കിട്ടത്തുള്ളൂ, നേഴ്സിംഗ് ആണെങ്കിൽ കുറച്ചുള്ളവർക്കും കിട്ടും 65 മതി എന്നപ്പോൾ ഞാൻ വന്ന സമയത്ത് ഇതൊക്കെ കേട്ടിട്ടുണ്ട്. നമുക്ക് അപ്പം അറിയത്തില്ല എങ്ങനെ PR പോയിന്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് അറിയില്ല എങ്ങനെയാണ് നിങ്ങളുടെ PR പോയിന്റ് എത്ര നിങ്ങൾക്ക് ഉണ്ട് എന്ന് നിങ്ങൾക്ക് അറിയില്ല എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന്. അതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ എൻ്റെ ലാപ്പിൻ്റെ സ്ക്രീനിൽ ഫുള്ള് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കാണിക്കാനായിട്ട് ശ്രമിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് മടിച്ച് നിൽക്കാതെ വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് മൂവ് ടു ദ വീഡിയോ. നമുക്ക് മെയിൻ വീഡിയോയിലേക്ക് കിടക്കണമെന്ന് എനിക്ക് പറയാനുള്ളത്, നമുക്കൊരു സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റി ഉണ്ട്. അതിനകത്തുള്ളവരെല്ലാവരും ഒന്നെങ്കിൽ ഓസ്ട്രേലിയയിലേക്ക് വരാനിരിക്കുന്നവരോ അല്ലെങ്കിൽ ഓസ്ട്രേലിയ പഠിക്കാനെ പറ്റി അറിയാൻ താല്പര്യപ്പെടുന്നുണ്ട്. അപ്പം നിങ്ങളും അങ്ങനെ ഒരാളാണ്, അതിനകത്തുള്ള സ്റ്റുഡൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ചാറ്റ് ചെയ്യണം എന്നൊക്കെയാണെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ ഒരു 1600 1700 അടുത്ത സ്റ്റുഡൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ അതിന് കയറണമെങ്കിൽ നിങ്ങൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ്ഡ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഒരു DM അയയ്ക്കുക. നിങ്ങൾ എന്തായാലും ഞാൻ ആഡ് ചെയ്യുന്നതാണ്. പക്ഷേ എന്തായാലും ഒരാഴ്ച എടുക്കുമായിരിക്കും. കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ DMs പറയും. തുറന്നു പറയാലും ഞാൻ എല്ലാ സപ്പോർട്ടും ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. ഇത്ര മെസ്സേജ് ഒന്നും വരുമെന്ന് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഇത്രയും മെസ്സേജ് പറഞ്ഞാണ് എനിക്ക് റെസ്പോണ്ട് ചെയ്യുന്നതിന് സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കുവാണ്. പിന്നെ ഞാൻ എല്ലാത്തിൻ്റെ ഇടയ്ക്കാണ് ഈ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സമയം കണ്ടെത്താൻ ശ്രമിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പിന്നെ പറ്റുവാണെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. അതിനകത്ത് ഞാൻ ഡെയിലി ചലഞ്ചൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ PR പോയിന്റ്സ് കാൽക്കുലേറ്റർ ഓസ്ട്രേലിയ എന്നുള്ള രീതിയിൽ സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് നമുക്ക് ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റ് കാണാൻ പറ്റും. അപ്പോൾ അതിനകത്ത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് വെബ്സൈറ്റിൽ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. പക്ഷേ അതിനകത്ത് കുറച്ചുകൂടി കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമുള്ളൊരു വെബ്സൈറ്റാണ് ഞാൻ എടുക്കുന്നത്. കാര്യം അതിനകത്ത് കൃത്യമായിട്ട് ഓരോന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കാരണം കേട്ടോ ഞാനത് എടുക്കുന്നത്. നിങ്ങൾക്ക് മറ്റേതിൽ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ മറ്റേതിൽ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ആദ്യം തന്നെ 3 വിസയുടെ കാണിക്കേണ്ടാവും. അപ്പോൾ നിങ്ങളുടെ അത് ഏജൻറ്റിനോട് സംസാരിച്ച് ഏത് വിസയാണെന്ന് നിങ്ങൾ അറിഞ്ഞു വയ്ക്കുക. അത് സ്കിൽഡ് ഇൻഡിപെൻഡൻറ്റ് വിസ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സ്പോൺസർഷിപ്പ് ഒന്നുമില്ലാതെ നമുക്കുള്ള ക്വാളിഫിക്കേഷൻ വെച്ച് ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നതാണ് ഈ സ്കിൽഡ് ഇൻഡിപെൻഡൻറ്റ് വിസ. പിന്നെ സ്കിൽഡ് നോമിനേറ്റഡ് വിസ എന്ന് വെച്ച് കഴിഞ്ഞാൽ എംപ്ലോയർ നമ്മളെ നോമിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റേറ്റോ ടെറിട്ടറിയോ നോമിനേറ്റ് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷൻ. പിന്നെ സ്കിൽഡ് വർക്ക് റീജിയണൽ എന്ന് വെച്ചാൽ നിങ്ങൾ റീജിയണൽ ഏരിയയിൽ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു വിസ. അപ്പം ഇതിനകത്ത് 3 വിസയിൽ ഏത് വിസയാണെന്ന് നോക്കി വയ്ക്കുക. ഓരോ വിസയ്ക്കും അനുസരിച്ച് ആ പോയിന്റ് മാറും. ഞാൻ ഓർക്കണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പോയിന്റ്സ് എനിക്ക് എത്ര പോയിന്റ്സ് കിട്ടുമെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കാണിച്ചു തരാമെന്നാണ്. അപ്പോൾ ഓരോ സ്റ്റെപ്പും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്കും എത്ര പോയിന്റ് കിട്ടുമെന്ന്. അപ്പോൾ എൻ്റെ വിസ സബ് ക്ലാസ് ഞാൻ PR-ന് അപ്ലൈ ചെയ്യാൻ നേരത്തുള്ള വിസ സബ് ക്ലാസ്, അതായത് ഇപ്പോൾ എൻ്റെ കേസിൽ ഞാൻ സ്റ്റുഡൻറ്റ് സ്റ്റേ ബാക്കിലാണ്. ഇപ്പം നിങ്ങളുടെ സ്റ്റുഡൻറ്റ് വിസ എന്ന് പറയുന്നത് നിങ്ങൾ സ്റ്റുഡൻറ്റ് വിസ ആണെങ്കിൽ സബ് ക്ലാസ് 500 ആയിരിക്കും. ഞാനിപ്പോൾ എൻ്റെ സ്റ്റേ ബാക്ക് പീരീഡ് എൻ്റെ സബ് ക്ലാസ് എന്ന് പറയുന്നത് 485 ആണ്. അതുപോലെ PR അപ്ലൈ ചെയ്യാൻ സബ് ക്ലാസ്സാണ് ഈ കാണിക്കുന്നത്. ഇപ്പോൾ എൻ്റെ എന്ന് പറഞ്ഞാൽ സ്കിൽഡ് ഇൻഡിപെൻഡൻറ്റ് വിസ ആയിരിക്കും. കാര്യം എനിക്കൊരു സ്പോൺസർഷിപ്പ് ഒന്നും ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ നമ്മൾ അത് സെലക്ട് ചെയ്യുക. പിന്നെ ഈ ടോട്ടൽ സ്കോർ എന്ന് പറഞ്ഞിട്ട് സൈഡിൽ കാണാൻ പറ്റും നമുക്ക് ഓരോ ഇതിനും എത്ര പോയിൻറ്റ്സാണ് കിട്ടണമെന്ന്. ആദ്യത്തെ പോയിന്റ് ഇതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഏജാണ്. ഏജിൻ്റെ വരാൻ നേരത്ത് നമുക്ക് പ്രായത്തിനും പോയിന്റ് കിട്ടുന്നതാണ്, വെറുതെ കിട്ടുന്നതാണ്. അപ്പം നിങ്ങൾ ഇൻവിറ്റേഷൻ ഇൻവിറ്റേഷൻ കിട്ടാൻ നേരത്ത് നിങ്ങൾക്ക് എത്ര പ്രായം ഉണ്ടെന്ന് ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 18 to 24. നിങ്ങൾക്ക് 18 വയസ്സിനും 24 വയസ്സിനുമാണ് നിങ്ങളുടെ പ്രായമെങ്കിൽ അപ്ലൈ ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് 25 പോയിന്റ് കിട്ടും. 25 വയസ്സ് തൊട്ട് 32 വയസ്സ് വരെയാണെങ്കിൽ നിങ്ങൾക്ക് 30 പോയിന്റ്സ് കിട്ടും. 33 വയസ്സ് തൊട്ട് 39 വയസ്സ് വരെയാണെങ്കിൽ 25 പോയിന്റ്സ് കിട്ടും. 40 വയസ്സ് തൊട്ട് 44 വയസ്സ് വരെയാണെങ്കിൽ 15 പോയിന്റ്. അപ്പം എൻ്റെ കേസ് പറയുകയാണെങ്കിൽ എനിക്ക് 25 വയസ്സാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും ഹയർ സ്കോർ കിട്ടും. 30 പോയിൻറ്റ്സാണ് PR-ന് അപ്ലൈ ചെയ്യാൻ നേരത്ത് എനിക്ക് കിട്ടാൻ പോകുന്നത്. അടുത്തത് ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ കേസാണ്. ഇപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ കേസിലാണെങ്കിൽ 3 ഇംഗ്ലീഷ് ലാംഗ്വേജിന് 3 ഓപ്ഷനാണ് അവർ തന്നേക്കുന്നത്. കോമ്പിറ്റൻറ്റ് ഇംഗ്ലീഷും പ്രൊഫഷണൽ ഇംഗ്ലീഷും സുപ്പീരിയർ ഇംഗ്ലീഷും. ഈ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ കാര്യം പറയാതെ നിങ്ങൾ IELTS തന്നെ എഴുതണമെന്നില്ല. പിന്നെ അത് പറഞ്ഞിട്ടുണ്ട് PTO TOEFL OET അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഏതായാലും എഴുതിയാൽ മതി. അപ്പോൾ ഇതിനകത്ത് കോമ്പിറ്റൻറ്റ് ഇംഗ്ലീഷാണെങ്കിൽ നിങ്ങൾക്ക് പോയിൻറ്റ്സ് ഒന്നും കിട്ടില്ല. കോമ്പിറ്റൻറ്റ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ മിനിമം, അതായത് 6 ഈച്ചാണ് എല്ലാത്തിനും കിട്ടണമെങ്കിൽ നമുക്ക് ഒറ്റ പോയിൻറ്റും PR-ന് അതിന് ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ഓപ്ഷനൊന്നും കിട്ടത്തില്ല. പിന്നെ വരുന്നത് പ്രൊഫഷണൽ ഇംഗ്ലീഷാണ്. പ്രൊഫഷണൽ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 ഈച്ച് ഉണ്ടെങ്കിൽ അതിപ്പോൾ IELTS-ൽ 7 ഈച്ച് അല്ലെങ്കിൽ ഈക്വലൻ്റ് ആയിട്ട് TOEFL OET അങ്ങനെ ഇതിനകത്ത് അങ്ങനെ വരാൻ നമുക്ക് 10 പോയിൻറ്റ്സ് കിട്ടും ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ കേസിൽ. സുപ്പീരിയർ ഇംഗ്ലീഷാണ്, അതായത് 8 ഉണ്ട് എല്ലാത്തിനും 8 ഈച്ച് ഉണ്ട് IELTS-ന്, അല്ലെങ്കിൽ അതിന് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് 20 പോയിന്റ് കിട്ടും. അതായത് നമുക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് അറിയാം. നമുക്ക് IELTS-ഓ PT എഴുതി കഴിഞ്ഞാൽ എന്തായാലും കിട്ടും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പക്ഷേ എൻ്റെ ഇതിനകത്ത് സ്കിൽസ് അസസ്മെൻറ്റ് വെക്കാനകത്ത് IELTS തന്നെ വേണമെന്നുണ്ട്. അത് കാരണം ഇത് പിന്നെ നമ്മൾ പോയിൻറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാണ്. ഇത്
PT എഴുതുകയാണെങ്കിൽ എളുപ്പമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാര്യം എനിക്ക് PT എനിക്ക് 9 കിട്ടിയായിരുന്നു. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ശ്രമിക്കുക. എൻ്റെ കേസ് പറയുന്നത് അപ്പോൾ എനിക്ക് സുപ്പീരിയർ ഇംഗ്ലീഷാണ്. കാര്യം എനിക്ക് PTക്ക് 8 എബോ ഉണ്ടായിരുന്നു. ഇതിനകത്ത് 8 എബോ ഉണ്ടെങ്കിൽ സുപ്പീരിയർ ഇംഗ്ലീഷാണെന്നല്ലോ പറഞ്ഞത് എല്ലാത്തിനും. അപ്പോൾ എനിക്ക് PT എഴുതിയായിരുന്നു കേട്ടോ. IELTS എഴുതിയാലൊന്നും എനിക്ക് തോന്നുന്നുള്ളത് കിട്ടുമെന്ന്. അപ്പോൾ നമുക്കത് സുപ്പീരിയർ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യാം. അങ്ങനെ ഇടാൻ നേരത്ത് എനിക്ക് 20 പോയിൻറ്റ്സ് കിട്ടും ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്നുള്ള ഓപ്ഷൻ. അടുത്ത ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർസീസ് വർക്ക് എക്സ്പീരിയൻസ് ആണ്. അതായത് നമുക്ക് നാട്ടിൽ എന്തെങ്കിലും വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നോ എന്ന്. അത് 3 വർഷത്തിൽ താഴെയാണെങ്കിൽ നമുക്ക് ഒറ്റ പോയിൻറ്റ്സും കിട്ടത്തില്ല. 3 വർഷത്തിനും 4 വർഷത്തിനും ഇടയിലാണെങ്കിൽ നമുക്ക് 5 പോയിൻറ്റ്സ് കിട്ടും. 5 വർഷത്തിനും 7 വർഷത്തിനും ഇടയിലാണെങ്കിൽ നമുക്ക് 10 പോയിൻറ്റ് കിട്ടും. 8 വർഷത്തിന് മേളിലാണെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ട് 15 പോയിൻറ്റ്സ് കിട്ടും. അപ്പോൾ എൻ്റെ കേസിൽ എനിക്ക് നാട്ടിൽ ഒരു വർക്ക് എക്സ്പീരിയൻസും ഉണ്ടായിട്ടില്ല. അത് ലെസ് ദാൻ 3 ഇയേഴ്സ് എന്ന് ഉള്ളത് ഓപ്ഷനിൽ വരും. അപ്പോൾ എനിക്ക് ഒരു പോയിൻറ്റും അതിന് കിട്ടത്തില്ല. ശോകം. ഇനി അടുത്ത പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസ്ട്രേലിയൻ വർക്ക് എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ഈ 10 വർഷത്തിനുള്ളിൽ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായോ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇവർ പറയുകയാണ് നിങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ 1 വർഷത്തിൽ താഴെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയിൻറ്റ്സ് ഒന്നും കിട്ടാൻ പോകുന്നില്ല. 0 പോയിൻറ്റ്സ് ആണ്. നിങ്ങൾക്ക് 1 വർഷത്തിനും 2 വർഷത്തിനും ഇടയിലാണെങ്കിൽ 5 പോയിൻറ്റ്സ്, 3 വർഷത്തിനും 4 വർഷത്തിനും ഇടയിലാണെങ്കിൽ 10 പോയിൻറ്റ്സ്, 5 വർഷത്തിനും 7 വർഷത്തിനും ഇടയിലാണെങ്കിൽ 15 പോയിൻറ്റ്, 8 വർഷത്തിന് മേളിലാണെങ്കിൽ 20 പോയിൻറ്റ്. ഇപ്പോൾ എൻ്റെ കേസ് വരുവാണെങ്കിൽ ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്ന സമയത്ത് എനിക്ക് 1 വർഷം എക്സ്പീരിയൻസ് ഉണ്ടാവത്തില്ല. അപ്പോൾ അങ്ങനെ വരാൻ നേരത്ത് ലെസ് ദാൻ 1 ഇയർ എനിക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് ഒരൊറ്റ പോയിൻറ്റും കിട്ടത്തില്ല. അടുത്തത് എഡ്യൂക്കേഷനോ ക്വാളിഫിക്കേഷനാണ്. അതിനകത്ത് ഇവിടുത്തെ തന്നെ വേണമെന്നില്ല. നിങ്ങളുടെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ ഏതാണ്, അത് ഇവിടെ നിന്ന് ആയിക്കോട്ടെ ഇന്ത്യയിൽ നിന്ന് ആയിക്കോട്ടെ, ആ ഒരു രീതിയിൽ. അപ്പോൾ എൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ മാസ്റ്റേഴ്സ് ചെയ്തതാണ്. അപ്പോൾ എൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് പോയിൻ്റാണ്. പക്ഷേ ഇൻ കേസ് നിങ്ങൾ PhD ചെയ്തെങ്കിലാണ് ഏറ്റവും കൂടുതൽ പോയിൻറ്റ്. PhD ചെയ്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് 20 പോയിൻറ്റ് കിട്ടും. മാസ്റ്റേഴ്സിനും ബാച്ചിലേഴ്സിനും സെയിം പോയിൻറ്റ്സ് ആണ്. നിങ്ങളുടെ ഹയസ്റ്റ് ഡിഗ്രി ബാച്ചിലറോ മാസ്റ്ററോ ആയിക്കോട്ടെ, മാസ്റ്റേഴ്സ് ആയിക്കോട്ടെ, അതിന് രണ്ടിനും 15 പോയിൻറ്റ്സ് ആണ്. ഡിപ്ലോമയാണ് നിങ്ങളുടെ ഹയസ്റ്റ് ഡിഗ്രി എങ്കിൽ 10 പോയിൻറ്റ്സ് ആണ്. അതുകൂടാണ്ട് വേറൊരു ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഒരൊറ്റ പോയിൻറ്റും ഇല്ല എന്നൊരു സിറ്റുവേഷൻ. ഇപ്പോൾ എൻ്റെ കേസിലാണെങ്കിൽ ഞാൻ മാസ്റ്റേഴ്സ് ചെയ്ത കാരണം എനിക്ക് 15 പോയിൻറ്റ് അതിന് കിട്ടും. അടുത്തത് ഓസ്ട്രേലിയൻ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. ഇതിന് മുന്നത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഈസ് യുവർ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ. അത് നാട്ടിലായിക്കോട്ടെ ഇവിടുത്തെ ആയിക്കോട്ടെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ ഇവിടെ മിനിമം 2 വർഷമെങ്കിലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്നതാണ്. മിനിമം 2 വർഷം ഉണ്ടെങ്കിൽ മാത്രമാണ് അതിനൊരു പോയിന്റ് കിട്ടുള്ളൂ. അപ്പോൾ എസ് ഓർണോ ക്വസ്റ്റ്യൻ ആണ്. എൻ്റെ കേസിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എസ് ആണ്. ഒരു ഡിഗ്രി ഡിപ്ലോമ അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ഡിപ്ലോമ ആയിരിക്കണം. അത് മിനിമം 2 വർഷമായിരിക്കണം. ട്രേഡ് ക്വാളിഫിക്കേഷൻ ആയാലും കുഴപ്പമില്ല. അപ്പോൾ എനിക്ക് ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എസ് കൊടുക്കുക. കാര്യം ഞാൻ മാസ്റ്റേഴ്സ് ചെയ്തത് ഇവിടെ നിന്നാണ്, ആ ഒരു സിറ്റുവേഷനിൽ. ഓക്കെ. അടുത്തത് ഡെസിഗ്നേറ്റഡ് റീജിയണൽ ഏരിയ സ്റ്റഡി. അതായത് നിങ്ങൾ റീജിയണൽ ഏരിയയിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിന് 5 പോയിൻറ്റ് എക്സ്ട്രാ കിട്ടും. 5 പോയിൻ്റ് അല്ലേ? അതെ. പോയിന്റ് സ്പെഷ്യലിസ്റ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. അത് സിമ്പിളായിട്ട് പറയുന്നത് STEM ഏതെങ്കിലുമാണ് നിങ്ങൾ പഠിച്ചത്. അതായത് സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് എന്നുള്ള ഇതിനകത്ത് ഏതെങ്കിലും പഠിച്ചെങ്കിൽ നിങ്ങൾക്ക് അതിന് 10 പോയിൻറ്റ്സ് കിട്ടും. ഇപ്പോൾ എൻ്റെ കേസിൽ ഞാൻ ഫൈനാൻസ് പഠിച്ചത് അതിനകത്ത് STEMമിലാന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ പറയാൻ നേരത്ത് എനിക്ക് അതിന് ഒറ്റ പോയിൻറ്റും കിട്ടില്ല. അടുത്തത് അക്രഡിറ്റഡ് കമ്മ്യൂണിറ്റി ലാംഗ്വേജ്. അതെന്നാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നാറ്റി എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അതായത് നമുക്കിപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ ഹിന്ദി ആയിക്കോട്ടെ, തമിഴായിക്കോട്ടെ, മലയാളം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം അങ്ങനെ നാട്ടിലത്തെ ലാംഗ്വേജിൻ്റെ എക്സാം പോലെ എഴുതി നമ്മളത് പാസ്സാവണം. നമുക്ക് അതിന് വേണ്ടിയിട്ട് 5 പോയിൻറ്റ് കിട്ടും. ജസ്റ്റ് ഓൺലൈൻ സെർച്ച് ചെയ്താൽ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഞാൻ എഴുതിയ ഹിന്ദി കുഴപ്പമുണ്ടാവത്തില്ല. അങ്ങനെ ഇടുന്നിടത്ത് 5 പോയിൻറ്റ് ഇടാം, അങ്ങനെ ഇടുന്നിടത്ത് എസ് ഇടാം. അടുത്തത് പാർട്ട്ണർ ക്വാളിഫിക്കേഷൻസ് ആണ്. എന്നെപ്പോലെ പാർട്ട്നേഴ്സൊന്നും ഇല്ലാത്തവർ പേടിക്കേണ്ട കാര്യം സിംഗിൾസിന് അവർ പോയിന്റ് കൊടുക്കുന്നുണ്ട് എന്നതാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ആദ്യത്തെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം എന്താ പറഞ്ഞേക്കുന്നത് വെച്ചാൽ ഇപ്പം നിങ്ങൾക്കൊരു സ്പൗസ് അല്ലെങ്കിൽ പാർട്ട്ണറുണ്ട്. ആളുടെ പ്രായം 45 വയസ്സിന് താഴെയാണ്, കോമ്പിറ്റൻ്റ് ഇംഗ്ലീഷാണ്, അതൊന്നത് 6 ഈച്ച്. അതുകൂടാണ്ട് നമ്മൾ ഏത് വിസയിലാണോ, ഇപ്പം ഞാൻ 485 ആയിരുന്നല്ലോ, എൻ്റെ പാർട്ട്ണറും 485-ലാണ്. അതുകൂടാണ്ട് വേറെ എന്താ പറയുക, സ്കിൽഡ് ഒക്യുപ്പേഷന് സബ്മിറ്റ് ചെയ്യാനുള്ള ക്വാളിഫിക്കേഷനും ഉള്ള ഒരാളാണ് നിങ്ങളുടെ പാർട്ട്ണറെങ്കിൽ നിങ്ങൾക്ക് 10 പോയിൻറ്റ് കിട്ടും. രണ്ടാമത്തെ നമ്മളെപ്പോലെ സിംഗിൾസ് ആയിട്ടുള്ള ആളുകളാണ്, അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണർ എന്ന് പറയുന്നത് ഇവിടുത്തെ ഓസ്ട്രേലിയൻ സിറ്റിസൺ ആണ്, എങ്ങനെയാണെങ്കിൽ നമുക്ക് 10 പോയിൻറ്റ് കിട്ടും. അതുകൂടാണ് നമ്മുടെ അടുത്ത പോയിന്റ് എന്ന് വെച്ചാൽ നമ്മുടെ പാർട്ട്ണറിൻ്റെ കോമ്പിറ്റൻ്റ് ഇംഗ്ലീഷും ഉണ്ട്, സെയിം സബ് ക്ലാസ്സുമാണ്. പക്ഷേ ഇവിടുത്തെ സിറ്റീസിനും അല്ല, സ്കിൽസ് അസസ്മെൻറ്റിന് വയ്ക്കാനും പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് 5 പോയിൻറ്റ്. ഈ പറഞ്ഞ ഒന്നും അല്ലെങ്കിൽ ഒറ്റ പോയിൻറ്റ് കിട്ടില്ല. എൻ്റെ കേസിൽ ഞാൻ സിംഗിളുമാണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷന് പാർട്ട്ണറൊന്നും ഇല്ലാത്ത സിറ്റുവേഷൻ നമുക്ക് 10 പോയിൻറ്റ്. നല്ല കാര്യം, ചുമ്മാ കിട്ടി. ഇത് പ്രൊഫഷണൽ ഇയർ ഇൻ ഓസ്ട്രേലിയ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ടായിട്ട് നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ ഇപ്പോൾ ITക്കും അക്കൗണ്ടിങ്ങിനൊക്കെയാണ് മെയിനായിട്ട് ഇങ്ങനെ കണ്ടേക്കുന്നത്. ഈ 1-2 വർഷത്തേക്ക് ഒരു എക്സ്ട്രാ പ്രൊഫഷണൽ ഇയർ എന്നുള്ള ഒരു ഡിഗ്രി പോലെ അതിന് $10,000-15,000 കൊടുത്ത് പഠിക്കണം.
ഞാനത് എനിക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. കാര്യം എൻ്റെ ഫീൽഡും അല്ല, എല്ലാത്തിനും ഇല്ല പ്രൊഫഷണൽ ഡിഗ്രി. പ്രൊഫഷണൽ ഇയർ എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സ്പെസിഫിക് ആയിട്ടുള്ള ഡിഗ്രീസിനാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ ഡിഗ്രി അത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 5 പോയിൻ്റ് കിട്ടും. എൻ്റെ കേസിൽ അതില്ല, അപ്പോൾ എനിക്ക് ഒറ്റ പോയിൻറ്റും കിട്ടത്തില്ല. അപ്പം നമുക്ക് അത്രയല്ലേ ഉള്ളൂ ഗൈസ്. അപ്പോൾ എൻ്റെ പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, എനിക്ക് 90 പോയിൻറ്റ്സാണ് ഉള്ളത്. 155 അതിനകത്ത് എനിക്ക് 90 പോയിൻറ്റ്സാണ്. ഇപ്പോൾ ചില സിറ്റുവേഷനിൽ അവർ ചോദിക്കും, ഇപ്പം നിങ്ങളുടെ ഫീൽഡിൽ ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇത്ര പോയിൻറ്റ്സ് വേണമെന്നുണ്ടാവുമെന്ന്. അപ്പോൾ നിങ്ങളുടെ കാൽക്കുലേറ്റ് ചെയ്ത് ഈ ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സിമ്പിളായിട്ട് പോയിൻറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോഴും നിങ്ങൾക്കറിയില്ല നിങ്ങൾ PR-ന് അപ്ലൈ ചെയ്യുന്നത് നിങ്ങൾക്ക് എത്ര പോയിൻറ്റ്സ് ഉണ്ടാവും. അല്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയണേ, ഇപ്പം നിങ്ങൾ പഠിക്കുന്നത് എൻ്റെ എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ്. അപ്പോൾ എഞ്ചിനീയേഴ്സിന് ഇത്ര പോയിൻറ്റ്സ് വേണമെന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്കറിയില്ല നിങ്ങൾക്ക് എത്ര പോയിൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് വളരെ ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കുറേ പേര് ചോദിച്ചുകൊണ്ടാണ് ഇങ്ങനത്തെ ഞാൻ വീഡിയോ ചെയ്യാറില്ല, കുറച്ചുകൂടി സ്റ്റഡി റിലേറ്റഡ് ആണ്. പക്ഷേ ഇതെനിക്ക് തോന്നി ഇത് ഹെൽപ്ഫുൾ ആവുന്നു, അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തത്. പിന്നെ എനിക്ക് ആകെ ഉള്ള ഒരു റിക്വസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചാനൽ 10K ആക്കാനായിട്ട് നിങ്ങൾ സഹായിക്കണം, സപ്പോർട്ട് ചെയ്യണം. അതുകൂടാണ്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമും ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനകത്ത് ഞാൻ കുറേ കാര്യങ്ങൾ ഇനി പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഡെയിലി എൻ്റെ ഡേ ടു ഡേ ലൈഫാണെങ്കിലും എൻ്റെ ക്ലാസ് പോകുന്നത് എങ്ങനെയാണ് ഇതിനൊക്കെ പറ്റി ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. വേറെ എന്നാ വീഡിയോ ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക. വിസയൊക്കെ വന്നോളും. അടുത്ത സെമസ്റ്ററിലൊക്കെ വെയിറ്റ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഞാൻ ഒരു ഓൾ ദി ബെസ്റ്റ് പറയുന്നു. പിന്നെന്താ, ഇനി കാണുന്നവരെ ബൈ ബൈ.